ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ്. ഓറഞ്ച് കഴിക്കാത്ത ആരും തന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ടാവില്ല. നമുക്കറിയാം ഓറഞ്ച് ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ്. പക്ഷേ നമ്മളിൽ എത്ര പേർക്ക് ഓറഞ്ച് തൊലിയുടെ ഗുണങ്ങളെ പറ്റി അറിയാം? അതുകൊണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഓറഞ്ച് തൊലി ഉപയോഗിച്ചുള്ള ബ്യൂട്ടി ടിപ്സ് അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് ഇനി ആരും ഓറഞ്ചിൻ്റെ തൊലി വലിച്ചെറിഞ്ഞ് കളയല്ലേ. ഓറഞ്ചിൻ്റെ തൊലിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ്, വൈറ്റമിൻ സി എന്നിവ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിൻ്റെ നിറം കൂട്ടുവാനും തിളക്കം വർദ്ധിപ്പിക്കുവാനും പാടുകൾ ഇല്ലാതാക്കാനും സഹായിക്കുന്നു. നമുക്കറിയാം മിക്കവാറും എല്ലാ ഫേസ് പാക്കുകളിലും അല്ലെങ്കിൽ ഓയിൻമെൻറ്റ്സിലും വൈറ്റമിൻ സി ഉണ്ടാകും. നമുക്ക് ഓറഞ്ചിൽ നിന്ന് ധാരാളം വൈറ്റമിൻ സി ലഭിക്കുന്നുണ്ട്. അത് നിറം വർദ്ധിപ്പിക്കാനും സ്കിന്നിൻ്റെ പ്രോബ്ലംസ് അകറ്റാനും സഹായിക്കുന്നതാണ്. ഓറഞ്ച് തൊലി ഫേസ് പാക്ക് ഉണ്ടാക്കുവാനായിട്ട് എടുക്കുമ്പോൾ ആദ്യം തന്നെ നല്ല കളറുള്ള ഓറഞ്ച് തന്നെ നോക്കി വാങ്ങണം. ഓറഞ്ച് കഴിക്കുന്നതിന് മുമ്പായിട്ട് 10 മിനിറ്റ് ഉപ്പുവെള്ളത്തിൽ മുക്കി വെച്ച ശേഷം കഴുകിയെടുക്കുക. എന്നിട്ട് നമുക്ക് ഓറഞ്ച് തൊലി എടുക്കുക. അപ്പോൾ അഴുക്കും പൊടിയും ഒന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ച് തൊലി നമുക്ക് കിട്ടും. ഓറഞ്ച് കഴുകിയെടുത്ത ശേഷം നമുക്ക് തുടച്ചെടുക്കുക. എന്നിട്ട് തൊലി ഒരു പ്ലേറ്റിലോ മറ്റോ ഇട്ട് വെച്ചിരുന്നാൽ നമുക്ക് ഉണങ്ങിക്കിട്ടും. വെയിലത്ത് തന്നെ വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിരുന്നാൽ പെട്ടെന്ന് അത് ഉണങ്ങി വരും. അതേപോലെ തന്നെ പൊടിച്ചെടുക്കാനും എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കിയത് വെള്ളത്തിലിട്ട് വെച്ചിരുന്ന ശേഷം അപ്പോൾ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അതിനുശേഷം നമുക്ക് അരച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഈ രീതിയിൽ ഓറഞ്ച് തൊലി ഉപയോഗിച്ച് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഗുണമേന്മയുള്ള ഫേസ് പാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഓറഞ്ച് തൊലി ഫ്രഷ് ആയിട്ടും നമുക്ക് ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാം. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ സെൻസിറ്റീവ് സ്കിന്നുള്ള ആൾക്കാർക്ക് പുകച്ചിലോ ചൊറിച്ചിലോ ഒക്കെ അനുഭവപ്പെടുകയാണെങ്കിൽ അവരത് ഉപയോഗിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ കൈത്തണ്ടയിലൊന്നൊരല്പം അപ്ലൈ ചെയ്ത് നോക്കി പ്രശ്നമുണ്ടോ എന്ന് നോക്കിയ ശേഷം അല്ലെങ്കിൽ അലർജി ടെസ്റ്റ് നടത്തിയ ശേഷം മാത്രം ഫേസിൽ ചെയ്യുക. ഞാൻ ഫ്രഷ് ഓറഞ്ച് തൊലി ഉപയോഗിച്ച് ഫേസ് പാക്ക് ഫേസിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പക്ഷേ എനിക്ക് കമൻറ്റ് വന്നതിൽ ചിലർ പറഞ്ഞു ഓറഞ്ച് തൊലി ഫ്രഷായിട്ട് ഫേസിൽ പാക്കായിട്ട് ഇടുമ്പോൾ ചെറിയ പുകച്ചിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളത് സെൻസിറ്റീവ് സ്കിന്നായിരിക്കും അവരുടേതെന്നാണ് എനിക്ക് മനസ്സിലായ കാര്യം. അപ്പോൾ നമുക്ക് ഉണങ്ങിയ ഓറഞ്ച് തൊലി ഉപയോഗിച്ച് എങ്ങനെ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഓറഞ്ചിൻ്റെ തൊലി നേരത്തെ പറഞ്ഞ പോലെ ഒരല്പം വെള്ളത്തിൽ കുതിർത്ത ശേഷം മിക്സിയിൽ നമുക്ക് അരച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓറഞ്ചിൻ്റെ തൊലി അരച്ചതും 1 ടേബിൾ സ്പൂൺ കട്ട തൈരും കൂടി യോജിപ്പിച്ച് മുഖം കഴുകി തുടച്ച ശേഷം നമുക്ക് മുഖത്ത് പുരട്ടാവുന്നതാണ്. ഏത് ഫേസ് പാക്ക് ഇടുമ്പോഴും മുഖം നന്നായിട്ട് ക്ലീൻ ആക്കിയ ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് യാതൊരു ഗുണവും ഉണ്ടാവില്ല. സാധിക്കുമെങ്കിൽ ഒന്ന് കുളിച്ച ശേഷം ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. മുഖത്തെ കറുത്ത പാടുകൾ, ചുളിവുകൾ, കരിവാളിപ്പ് ഇവയൊക്കെ ഉള്ളവർക്ക് ഇത് നല്ല ഫേസ് പാക്കാണ്. ഡെയിലി യൂസ് ചെയ്യാവുന്ന ഒന്നാണിത്. ഡെയിലി സാധിച്ചില്ലെങ്കിൽ ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഇത് ഉപയോഗിക്കുക. ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അലർജി ടെസ്റ്റ് ചെയ്യുക. ഇത് സാധാരണ നമ്മൾ ഏതൊരു ഫേസ് പാക്കും ഇട്ട ശേഷം 15 മിനിറ്റ് കഴിഞ്ഞാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 15 മിനിറ്റ് കഴിഞ്ഞ് സാധാരണ വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വന്ന ഒരു മെസ്സേജിൽ ചേച്ചി എൻ്റെ മുഖം വല്ലാതെ ഇരുണ്ടു വരുന്നു, പ്രസവശേഷമാണ് ഇത്രയും ഡാർക്ക് ആകുന്നത്. അപ്പോൾ നമ്മുടെ സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ സ്കിൻ ടോൺ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഓറഞ്ച് തൊലി. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളുള്ളവർ ശ്രദ്ധിക്കുക. ഫ്രഷ് ഓറഞ്ചിൻ്റെ തൊലിയും ചെറിയ പീസ് 1 ഇഞ്ചിയും കൂടെ നന്നായിട്ട് അരച്ച് മുഖത്തിലും കഴുത്തിലും പുരട്ടാം. ഇതൊരു 15 മിനിറ്റിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. നിറം വീണ്ടും കിട്ടാനായിട്ട് ഇത് തീർച്ചയായിട്ടും സഹായിക്കും. ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് വേറെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ച് വെച്ചിരുന്നാൽ അതൊരല്പം എടുത്ത് പൊടിയുപ്പുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് പല്ല് തേക്കുകയാണെങ്കിൽ പല്ലിലെ മഞ്ഞ നിറം മാറ്റുവാനായിട്ട് ഇത് സാധിക്കും. അതുപോലെ മുഖക്കുരു അകറ്റുവാനും മുഖക്കുരു വന്ന പാടുകളൊക്കെ ഇല്ലാതാക്കാനും വളരെ നല്ലതാണ് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതും അതുപോലെ തന്നെ തൈരും നാരങ്ങ നീരും കൂടി മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ല നിറം കിട്ടുവാനും ഈ പാക്ക് സഹായിക്കുന്നു. ഇനി എൻ്റെ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനോടായിട്ട് ചില കാര്യങ്ങൾ പറയുകയാണ്. ആദ്യമായി വീഡിയോ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ കൂടുതൽ വീഡിയോകൾ ലഭിക്കാനായിട്ട് ഇന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇനി നമ്മുടെ ഈ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. എൻ്റെ വീഡിയോ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. ഫേസ്ബുക്ക് പേജിൻ്റെ അതുപോലെ തന്നെ ഓൾ വീഡിയോസിൻ്റെയും ലിങ്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം.